ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തം വേങ്ങരക്കാരൻ. ഞാനിന്നുള്ളത് മലപ്പുറത്തിൻ്റെ സ്വന്തം യുവഗായകൻ ജിനാനിൻ്റെ കൂടെയാണ്. ഹായ്, അസ്സലാമു അലൈക്കും. ഞാൻ ജിനാൻ തിരൂർ. അപ്പോൾ ഞാൻ എന്നുള്ളത് നമ്മളെ വേങ്ങരക്കാരൻ്റെ കൂടെയാണ്. മാഷാ അല്ലാഹ്, ഇവരൊരു പുതിയ സംരംഭം തുടത്തിയതാണ് വേങ്ങരക്കാരൻ എന്നുള്ളൊരു പേജ്. മറ്റൊന്നുമല്ല, നമ്മളെ പോലെ വളർന്നു വരുന്ന എല്ലാ സിംഗേഴ്സ് ആയിക്കോട്ടെ, എന്ത് കഴിവുള്ളവരായിക്കോട്ടെ, ഈ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഒതുങ്ങിക്കൂടിയിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ നമ്മൾ പല പാട്ടുകാരന്മാർക്കും ഇന്ന് അറിയില്ല പാട്ടെങ്ങനെ റെക്കോർഡ് ചെയ്യേണ്ടി, സ്റ്റുഡിയോയിൽ എങ്ങനെ പോകേണ്ടി, ഈ സ്റ്റുഡിയോക്ക് എങ്ങനെ കൊണ്ടുപോകാൻ പോലും ആൾക്കാരില്ലാത്ത രീതിയിൽ ഒന്നും ആവാതെ വീട്ടിൽ തന്നെ ഇരിക്കുന്നവരും അതേമാതിരി പല പല കഴിവുള്ളവർ വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടുന്നവരുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മളെ മലപ്പുറത്തുള്ള എല്ലാ ആൾക്കാർക്കും ഒരു സഹായമായിട്ടാണ് ഇവർ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് എന്താവശ്യമുണ്ടോ നിങ്ങൾ ഇവരെ പേജിലേക്ക് മെസ്സേജ് അയച്ചാൽ ഇവർ നിങ്ങളുടെ കൂടെ കട്ടൊക്കെ ഉണ്ടാവും. അത് കാരണം ഇനി ആരും ആക്റ്റീവ് ആവാതിരിക്കേണ്ട. ആർക്കൊക്കെ എന്തൊക്കെ കഴിവുണ്ടോ അവരത് മനസ്സിൽ തന്നെ ഉറച്ചു പിടിച്ചിട്ട് നമ്മളെ വേങ്ങരക്കാർ എന്നുള്ള പേജിൽ മെസ്സേജ് അയച്ച് ഇവരോട് പറഞ്ഞാൽ ഇവർ നിങ്ങളെ കൂടെ തന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. ഇത് വേങ്ങരക്കാർക്ക് മാത്രമല്ല, നമ്മളെ മലപ്പുറത്തുള്ള എവിടെയാണെങ്കിലും ഇവർ നിങ്ങളെ കൂടെ കട്ടൊക്കെ തന്നെ ഉണ്ടാവും. പാടിയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് നമ്മൾ കുഞ്ഞാപ്പാക്ക് പാടി കൊടുത്തൊരു പാട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ഒരു ചെറിയൊരു വരി. മുത്തുനവരത്നമുഖം കത്തിടും മയിലാളേ, മുഞ്ചൊളി വെളുത്തഞ്ചമേറും കഞ്ചകപ്പൂമൂളേ, ചിത്തിരം കൊത്തി മറിയം ചെമ്പക ചുണ്ടും ചിരിയും ഉത്തമമാലർ തിരിയും സൂക്ഷ്മമിൽ പാലേ കുറിയും കണ്ട് മോഹിച്ച് സംഗതി കൊണ്ട് ദാഹിച്ച്. നമ്മുടെ മലപ്പുറത്ത് ആദ്യമായി മലപ്പുറം ജില്ലാ മുസ്ലിം യൂത്ത് ലീഗ് നടത്തിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. പങ്കെടുത്തു. അതിൻ്റെ ഒരു അഭിപ്രായം എങ്ങനെയുണ്ടാകും? നാട്ടിലെ സപ്പോർട്ട്, ആ പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു? മാഷാ അല്ലാഹ്, അടിപൊളിയായിരുന്നു. നമ്മൾ 3 ആൾക്കാരാണ് ചെന്നിരുന്നത്. ഞാനും കൂടെ പരപ്പനങ്ങാടിയുള്ള ബാസ് ബീറ്റ്സും ബോസ്കോയും കൂടിയിട്ടായിരുന്നു. നമ്മളെ മലബാറിൻ്റെ വേഷത്തിൽ തന്നെയായിരുന്നു പോയിരുന്നത്. പുള്ളിത്തുണിയും ആ ഒരു തൊപ്പിയൊക്കെ ഇട്ടിട്ട്. സപ്പോർട്ട് എന്ന് പറയുകയാണെങ്കിൽ മലപ്പുറത്തുള്ള എല്ലാ മക്കളും സത്യം പറഞ്ഞാൽ അന്ന് അവിടെ ഉണ്ടായിട്ടുണ്ടാവും. നമ്മളെ അങ്ങനെയേ സപ്പോർട്ട് ചെയ്യും. നമ്മൾ മലപ്പുറം മണ്ണിൽ നിന്നിട്ട് തന്നെ നമുക്ക് മലപ്പുറക്കാരൻ അത്രയും പെർഫെക്റ്റ് സപ്പോർട്ട് ആയിരുന്നു. പോരാത്തതിന് പരിപാടിൻ്റെ കമ്മിറ്റി ആണെങ്കിൽ നമ്മളെ ഹെവി ലെവലിൽ ഭയങ്കരമായിട്ടുള്ള സ്വീകരണമായിരുന്നു. ഇൻഷാ അല്ലാഹ് ഇനിയും അതുപോലുള്ള പരിപാടികൾ നടക്കട്ടെ. വരും തലമുറക്കും ഇനി കയറി വരുന്ന എല്ലാ സിംഗേഴ്സിനെയും ആ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ട് എല്ലാവർക്കും ഒരു സപ്പോർട്ടായി വരട്ടെ. ഇനി ഇതുപോലുള്ള അടുത്ത വീഡിയോ വേണ്ടി വീണ്ടും കാണാം.